സീഡ് ഡിസ്പേഴ്സൽ ഏജന്റ് ആയിട്ട് എലഫന്റിനെ, ആനയെ സീഡ് ഡിസ്പേഴ്സൽ ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ് ഏതാണ്? സ്മാർട്ട് ലോക്കസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിന്റെ 5ാം ഭാഗമാണ്. ബാക്കി 4 ഭാഗങ്ങൾ കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എടുത്ത് കാണാവുന്നതാണ്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ അമർത്തുക. ഈ എപ്പിസോഡിലെ ടോപ്പിക്കിലോട്ട് വരാം. ഡെവലപ്മെന്റ്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടത് എൻഡോസ്പേം ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. സോ ഇതിൽ നമ്മൾ തുടങ്ങുന്നത് എംബ്രിയോണിക് ഡെവലപ്മെന്റ് മുതലാണ്. എംബ്രിയോണിക് ഡെവലപ്മെന്റ് that takes place at micropylar end. എന്തുകൊണ്ട്? ബിക്കോസ് സൈഗോട്ട് is located at micropylar end. അല്ലെ, സൈഗോട്ട് ആണല്ലോ ഡെവലപ്പ് ചെയ്തിട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നത്. Then initial stages or early stages of embryogeny are similar in both monocot and dicot എന്ന് പറയാം. So the early stages, final stageൽ ആ മെച്യൂർ എംബ്രിയോയിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ഏതൊക്കെ തമ്മിൽ? മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട്. അപ്പൊ ഏർലി സ്റ്റേജസ് സിമിലർ ആണ് ബോത്ത് മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട്. ഇനി ഏതൊക്കെയാണ് ആ സ്റ്റേജസ് എന്ന് നമുക്ക് നോക്കാം. സി സ്റ്റാർട്ട്സ് വിത്ത് സൈഗോട്ട്. അല്ലെ, സൈഗോട്ട് അണ്ടർഗോസ് സെൽ ഡിവിഷൻ. ഏതാണ്? മൈറ്റോസിസ്. അങ്ങനെ പ്രോ എംബ്രിയോ ഫോം ചെയ്യുന്നു, പിന്നെയും ഡിവൈഡ് ചെയ്തിട്ട് ഗ്രോത്ത് ആണ്. അല്ലെ, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ സെൽ ഡിവിഷൻ ആണ്. അപ്പോൾ അതോടൊപ്പം ഗ്ലോബുലാർ എംബ്രിയോ ഫോം ചെയ്യുന്നു. പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോ. അടുത്ത സ്റ്റേജ് എന്താണ്? ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ആൻഡ് ഫൈനലി മെച്യൂർ എംബ്രിയോ. അപ്പൊ സ്റ്റേജസ് ഏതൊക്കെയാണ്? സൈഗോട്ട്, പ്രോ എംബ്രിയോ, then globular embryo, then heart shaped embryo, finally mature embryo. See the diagram. Zygote, then pro embryo, globular embryo, heart shaped embryo, and finally mature embryo ആണ്. See, these are the early stages of embryogeny. അല്ലെ, ഇത് സിമിലർ ആണ് ബോത്ത് മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട്. അല്ലെ, ഈ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ മെച്യൂർ എംബ്രിയോ ആകുമ്പോഴത്തേക്ക് 2 ഡിഫറെന്റ് ആണ്. എന്താണ് ഡിഫറൻസ്? മോണോകോട്ട് ഹാസ് സിംഗിൾ കോട്ടിലിഡൻ, ഡൈക്കോട്ട് ഹാസ് 2 കോട്ടിലിഡൻസ്. ഓക്കെ, ഇനി ഇവിടെ NCERT ലേബൽ ചെയ്തിട്ടുണ്ട്. എന്താണ്? സസ്പെൻസർ എന്ന് ലേബൽ ചെയ്തിട്ട് കാണാം നിങ്ങൾക്ക്. എന്താണ് ഈ സസ്പെൻസർ? സസ്പെൻസർ എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് ദി എംബ്രിയോ that pushes the embryo into the endosperm. എന്തിനാണ്? For nourishment. അപ്പോ ഏതൊക്കെയാണ് സ്റ്റേജസ് ഇൻ ദി എംബ്രിയോണിക് ഡെവലപ്മെന്റ്? സൈഗോട്ട്, പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, മെച്യൂർ എംബ്രിയോ. ഇനി ഈ മെച്യൂർ എംബ്രിയോ ആവുമ്പോൾ മോണോകോട്ടും ഡൈക്കോട്ടും എംബ്രിയോസ് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഡൈക്കോട്ട് എംബ്രിയോ. ഡൈക്കോട്ട് എംബ്രിയോന്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ 2 പാർട്ടാണ് വരുന്നത്. ഏതൊക്കെയാണ്? കൺസിസ്റ്റ് ഓഫ് എംബ്രിയോണൽ ആക്സിസ് ആൻഡ് കോട്ടിലിഡൻസ്. 2 കോട്ടിലിഡൻസ് ആണ്. അതുകൊണ്ടാണല്ലോ പേര് കൊടുത്തിരിക്കുന്നത് എന്ത്? ഡൈക്കോട്ടിലിഡൻസ്. അല്ലെ, സോ എംബ്രിയോണൽ ആക്സിസ് ആൻഡ് 2 കോട്ടിലിഡൻസ്. ഇനി ഈ എംബ്രിയോണൽ ആക്സിസ് കോട്ടിലിഡൻ അറ്റാച്ച് ചെയ്യുന്ന പോയിന്റിന് മുകളിലുള്ള ഭാഗത്തിനെ, സോ ദ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് കോട്ടിലിഡൻ എവിടെയാണോ അതിന് മുകളിലുള്ള ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? എപ്പികൊട്ടൈൽ എന്ന് വിളിക്കുന്നു. സോ ദ റീജിയൻ എബവ് ദി പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് കോട്ടിലിഡൻ ഓൺ ദി എംബ്രിയോണൽ ആക്സിസ്. എംബ്രിയോണൽ ആക്സിസിന്റെ കോട്ടിലിഡൻ അറ്റാച്ച് ചെയ്യുന്ന പോയിന്റിന് മുകളിലുള്ള ഭാഗത്തിനെ എപ്പികൊട്ടൈൽ എന്ന് വിളിക്കുന്നു. ഈ എപ്പികൊട്ടൈൽ ടെർമിനേറ്റ്സ് ഇൻ ഏതിലാണ്? പ്ലിമ്യൂൾ. എപ്പികൊട്ടൈൽ ടെർമിനേറ്റ്സ് ഇൻ ഏതാണ്? പ്ലിമ്യൂൾ. പ്ലിമ്യൂൾ ആണ് ഡെവലപ്പ് ചെയ്തിട്ട് ഷൂട്ട് സിസ്റ്റം ആയിട്ട് മാറുന്നതെന്ന് നമുക്ക് അറിയാം. അല്ലെ, അതേപോലെ ദ റീജിയൻ ഓഫ് ദി എംബ്രിയോണൽ ആക്സിസ് ബിലോ ദി പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് കോട്ടിലിഡൻ. കോട്ടിലിഡൻ അറ്റാച്ച് ചെയ്യുന്ന പോയിന്റ് ഇല്ലേ, അതിന് താഴെയുള്ള എംബ്രിയോണൽ ആക്സിസിന്റെ പാർട്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഹൈപ്പോകൊട്ടൈൽ എന്ന് വിളിക്കുന്നു. ആൻഡ് ദിസ് ഹൈപ്പോകൊട്ടൈൽ ടെർമിനേറ്റ്സ് ഇൻ റാഡിക്കിൾ. ഹൈപ്പോകൊട്ടൈൽ ടെർമിനേറ്റ്സ് ഇൻ റാഡിക്കിൾ. റാഡിക്കിൾ ആണ് റൂട്ട് സിസ്റ്റം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് അറിയാം. അപ്പൊ ഇത്രയുമാണ് ഡൈക്കോട്ട് എംബ്രിയോനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഇനി മോണോകോട്ട് എംബ്രിയോയിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഹാസ് ഓൺലി വൺ കോട്ടിലിഡൻ, അല്ലെ ഒരു കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂ. NCERT ഡയഗ്രാം എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഇങ്ങനെ ഒരെണ്ണം ലേബൽ ചെയ്തിട്ടുണ്ട്. എന്താണ്? എപ്പിബ്ലാസ്റ്റ്. എന്താണ് ഈ എപ്പിബ്ലാസ്റ്റ്? റുഡിമെന്ററി കോട്ടിലിഡൻ എന്ന് നമുക്ക് പറയാം. ഒരു കോട്ടിലിഡൻ മാത്രമല്ലേ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ തീരെ ഡെവലപ്പ് ചെയ്യാത്ത, പുവർലി ഡെവലപ്ഡ് ആയ, അതാണ് റുഡിമെന്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആയ ആ കോട്ടിലിഡനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എപ്പിബ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മള് മോർഫോളജിയിൽ പഠിച്ചതാണ് അടുത്ത പോയിന്റ്. എന്താണ്? സിംഗിൾ കോട്ടിലിഡൻ, സിംഗിൾ ഷീൽഡ് ഷേപ്ഡ് കോട്ടിലിഡൻ ഓഫ് മോണോകോട്ട് സീഡ് ഓഫ് ഗ്രാസസ് ഈസ് നോൺ ആസ് സ്ക്യൂട്ടല്ലം. അപ്പൊ കോട്ടിലിഡനെ ഗ്രാസ് ഫാമിലിയിൽ നമ്മൾ എന്താ വിളിക്കുന്നത്? സ്ക്യൂട്ടല്ലം എന്നാണ്. ഇനി എംബ്രിയോണൽ ആക്സിസ് ഹാസ് ടു പാർട്സ്. ഏതൊക്കെയാണ്? റാഡിക്കിൾ ആൻഡ് പ്ലിമ്യൂൾ. റാഡിക്കിൾ ഇസ് എൻക്ലോസ്ഡ് ബൈ, അല്ലെ, അതിനൊരു കവറിംഗ് ഉണ്ട്, ഒരു ഷീത്ത് ഉണ്ട്. ആ ഷീത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോളിയോറൈസ. ഷീത്ത് മീൻസ് കവറിംഗ്. അതേപോലെ പ്ലിമ്യൂൾ ഓൾസോ ഹാസ് എ കവറിംഗ്, എ ഷീത്ത് നോൺ ആസ് കോളിയോപ്റ്റൈൽ. സീഡ്. എന്താണ് സീഡ്? നമുക്ക് എന്ത് പറയാൻ പറ്റുകയാണെങ്കിൽ സീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെച്യൂർ അല്ലെങ്കിൽ റൈപ്പൻഡ് ഒവ്യൂൾ, അല്ലെ, റൈപ്പൻഡ് ഒവ്യൂൾ ആണ് സീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻ ദി സ്ട്രക്ചർ സീഡ് ഹാസ് 3 പാർട്സ്. ഏതൊക്കെയാണ്? there is a seed coat, അല്ലെ, സീഡ് കോട്ട് ഉണ്ട്, which will have 2 layers. നമുക്കറിയാം ഏതൊക്കെയാണ്? ഔട്ടർ ടെസ്റ്റ, ഇന്നർ ടെഗ്മെൻ, അല്ലെ, ടെസ്റ്റ, ടെഗ്മെൻ. ടെസ്റ്റ നിങ്ങൾ ഫെമിലിയറൈസ് ചെയ്തിട്ടുണ്ടോ? എവിടെയെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടോ ടെസ്റ്റ? യെസ്, അല്ലെ, എല്ലാ സീഡിനും സീഡ് കോട്ട് ഉണ്ടെന്ന് നമുക്കറിയാം, അല്ലെ. പോമഗ്രാനറ്റ് ഫ്രൂട്ട്, അല്ലെ, നിങ്ങൾ കഴിച്ചിട്ടില്ലേ പോമഗ്രാനറ്റ്? അതില് ആക്ച്വലി നമ്മൾ കഴിക്കുന്നത് ആ റെഡ് കളറിലുള്ളത് എന്താണ്? അതിന് ടെസ്റ്റയാണ്. ജ്യൂസി ടെസ്റ്റ ഇസ് ദ എഡിബിൾ പാർട്ട് ഇൻ പോമഗ്രാനറ്റ് ഫ്രൂട്ട്. ഓക്കെ, അപ്പോ സീഡ് കോട്ട്, പിന്നെ കോട്ടിലിഡൻസ് ഉണ്ട്, പിന്നെ എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്. അപ്പൊ സീഡ് കോട്ട്, കോട്ടിലിഡൻ, എംബ്രിയോണൽ ആക്സിസ് ഇത്രയും ചേർന്നതാണ് ഏത്? സീഡ്. ഇനി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട കാര്യമാണ് ആൽബുമിനസ് സീഡ്, നോൺ ആൽബുമിനസ് സീഡ്. അതിൽ ചില എക്സാമ്പിൾ കൂടെ ഈ കോണ്ടെക്സ്റ്റിൽ NCERT തരുന്നുണ്ട്. ആൽബുമിനസ് സീഡ് ജനറലി നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കഴിഞ്ഞു. ആൽബുമിനസ് സീഡ്സ് ജനറലി, അല്ലെ, എവിടെയാണ് കണ്ടുവരുന്നത്? മോണോകോട്ടിലാണ്. അപ്പൊ ഇവിടെ ചില എക്സാമ്പിൾ തന്നിരിക്കുന്നത് വീറ്റ്, ബാർലി, കാസ്റ്റർ ഉണ്ട്, സൺഫ്ലവർ ഉണ്ട്, അല്ലെ, ചില എക്സെപ്ഷൻസ് ഉണ്ട് എന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു, അല്ലെ, കാസ്റ്റർ ഒക്കെ എക്സെപ്ഷൻ ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. നോൺ ആൽബുമിനസ് സീഡിന് എക്സാമ്പിൾ ആണ് പീ, ഗ്രൗണ്ട് നട്ട്. നെക്സ്റ്റ് അബൌട്ട് പെരിസ്പം. എന്താണ് പെരിസ്പം? യൂഷ്വലി ന്യൂസെല്ലസ്, നമ്മൾ ന്യൂസെല്ലസ് കണ്ടു, അല്ലെ, ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ ഗെമറ്റോഫൈറ്റിൽ ഒവ്യൂളിന്റെ അകത്തുള്ള ടിഷ്യൂ ആണ് ഇത് ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ രീതിയിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ന്യൂസെല്ലസ് ഉപയോഗിച്ച് തീരും. ബട്ട് ഇൻ സം സീഡ്സ് ദിസ് റെമനൻസ് ഓഫ് ന്യൂസെല്ലസ് ആർ പെർസിസ്റ്റന്റ്. മനസ്സിലായോ? റെമനൻസ് ഓഫ് ന്യൂസെല്ലസ് ആർ പെർസിസ്റ്റന്റ് ഇൻ ദി സീഡ്. അപ്പോഴാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? പെരിസ്പേം എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് പെരിസ്പേം? റെമനൻസ് ഓഫ് ന്യൂസെല്ലസ് പെർസിസ്റ്റന്റ് ഇൻ ദി സീഡ്, അല്ലെ. ഇതിന്റെ 2 എക്സാമ്പിൾ ആണ് ബ്ലാക്ക് പെപ്പർ ആൻഡ് ബീറ്റ്. ഈ 2 പ്ലാന്റിലും, അല്ലെ, ഇതിന്റെ സീഡിൽ എന്ത് കാണാം? പെരിസ്പേം കാണാം. ഓക്കെ, പിന്നെ സീഡില് മൈക്രോപൈൽ ഇസ് റിറ്റൈൻഡ് ഇൻ ദി സ്ട്രക്ചർ. മൈക്രോപൈൽ നമ്മൾ എംബ്രിയോണിക് സ്റ്റേജിൽ കണ്ടു, അല്ലെ, ഒവ്യൂളില് ഇന്റഗ്യുമെന്റ് ഇല്ലാത്ത ആ ഓപ്പണിങ്ങിനെയാണ് മൈക്രോപൈൽ എന്ന് പറയുന്നത്. അതിലൂടെയാണ് പോളൻ ട്യൂബ് എൻ്റർ ചെയ്യുന്നത് ഫോർ ഫെർട്ടിലൈസേഷൻ. അതൊക്കെ നമ്മൾ കണ്ടു. സീഡില് ആ മൈക്രോപൈൽ, ആ എംബ്രിയോണിക് സ്ട്രക്ചർ റിറ്റൈൻ ചെയ്തിരിക്കുന്നു. എന്തിനായിരിക്കാം? ദാറ്റ് ഈസ് ഫോർ ദി അബ്സോർപ്ഷൻ ഓഫ് ഓക്സിജൻ, അതേപോലെ വാട്ടർ. എന്തിനാണ്? ഡ്യൂറിങ് സീഡ് ജെർമിനേഷൻ, അല്ലെ, സീഡ് ജെർമിനേറ്റ് ചെയ്യേണ്ടതല്ലേ. അപ്പൊ ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജൻ ആവശ്യമാണ്, വാട്ടർ ആവശ്യമാണ്. അപ്പോൾ അത് അബ്സോർവ് ചെയ്യാനാണ് മൈക്രോപൈൽ റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. The next point is about dormancy. +1 പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റ് ആണ് ഡോർമൻസി, അല്ലെ. സീഡ് ഉണ്ടായി കഴിഞ്ഞാൽ there is a state of inactivity, അല്ലെ, പീരീഡ് ഓഫ് ഇനാക്ടിവിറ്റി, പീരീഡ് ഓഫ് റെസ്റ്റ് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് മാത്രമേ സീഡ് എന്ത് ചെയ്യുള്ളൂ? ജെർമിനേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ആ ഒരു പീരീഡ് ഓഫ് ഇനാക്ടിവിറ്റി അല്ലെങ്കിൽ പീരീഡ് ഓഫ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്നൊക്കെ പറയാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡോർമൻസി എന്ന് വിളിക്കുന്നത്. ആൻഡ് വെൻ ദ കണ്ടീഷൻസ് ബിക്കംസ് ഫേവറബിൾ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അഡീക്വേറ്റ് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവണം, അല്ലെ, സീഡ് ജെർമിനേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അതേപോലെ ആവശ്യത്തിന് ഓക്സിജൻ അവൈലബിൾ ആയിരിക്കണം.
ടെമ്പറേച്ചർ സ്യൂട്ടബിൾ ആയിരിക്കണം. ഇങ്ങനെ കണ്ടീഷൻസ് എല്ലാം ഫേവറബിൾ ആവുമ്പോൾ ഡോർമൻസി ബ്രേക്ക് ചെയ്തിട്ട് സീഡ് ജെർമിനേറ്റ് ചെയ്യും. അടുത്തത് ഫ്രൂട്ടിനെ കുറിച്ചാണ്. വാട്ട് ഈസ് ഫ്രൂട്ട്? നമ്മൾ മോർഫോളജിയിൽ പഠിച്ചതാണ്. ഫെർട്ടിലൈസ്ഡ് അല്ലെങ്കിൽ റൈപ്പൻഡ്, മെച്യൂർ, ഓവറി അല്ലെ, ദാറ്റ് ഈസ് ഫ്രൂട്ട്. അപ്പോൾ ഓവറിയാണ് ഫ്രൂട്ട് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ വരുമ്പോൾ ഓവറി വാൾ ഡെവലപ്സ് ടു ഫോം പെരികാർപ്പ്, ദാറ്റ് ഈസ് ഫ്രൂട്ട് വാൾ. അപ്പൊ ഫ്രൂട്ട് വാളിന്റെ ടെക്നിക്കൽ ടേം എന്താണ്? പെരികാർപ്പ്. പഠിച്ചതാണ് മോർഫോളജിയിൽ. പിന്നെ ഫ്ലഷി ഫ്രൂട്ടിന് ചില എക്സാമ്പിൾ ആണ് അല്ലെ, നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ട് നമ്മൾ എല്ലാവരും കഴിച്ചിട്ടുള്ള ഗവ, ഓറഞ്ച്, മാംഗോ, ഇതൊക്കെ ഫ്ലഷി ഫ്രൂട്ട്സിന് എക്സാമ്പിൾ ആണ്. ഡ്രൈ ഫ്രൂട്ട്സിന് എക്സാമ്പിൾ ആണ് ഗ്രൗണ്ട് നട്ട്, മസ്റ്റാർഡ് ഒക്കെ. ദെൻ ഈ ഫ്രൂട്ട്സിന് അല്ലെ, ഫ്രൂട്ട്സ് ഹാവ് ഇവോൾവ്ഡ് വേരിയസ് മെക്കാനിസം ഫോർ സീഡ് ഡിസ്പേഴ്സൽ. സീഡ് ഡിസ്പേഴ്സൽ നടക്കണം അല്ലെ, എന്നാൽ മാത്രമേ നെക്സ്റ്റ് ജനറേഷൻ അല്ലെ പല സ്ഥലങ്ങളിലും അത് എന്ത് ചെയ്യുള്ളൂ, കോളനൈസ് ചെയ്യുള്ളൂ, പുതിയതായിട്ട് വളർന്നു വരുള്ളൂ. ഇപ്പോ ചില ഫ്രൂട്ട് നിങ്ങൾക്കറിയാം മെച്ചുർ ആവുമ്പോൾ അത് ഡെഹിസെന്റ് ആണ്, ബേസ്റ്റ് ഓപ്പൺ അറ്റ് മെച്ചുറിറ്റി അല്ലെ. ഡ്രൈ ആയിട്ട് അത് എന്താണ് ബേസ്റ്റ് ഓപ്പൺ ചെയ്യും, അങ്ങനെ എന്താണ് സീഡ് ഡിസ്പേഴ്സൽ നടക്കും, സീഡ് റിലീസ് ചെയ്യും. മറ്റു ചില ഫ്രൂട്ട്സ് നിങ്ങൾ അറിയാം അത് എന്താണ് റൈപ്പൻഡ് ആവുമ്പോൾ അതിന്റെ കളർ ചേഞ്ച് വരും. ചിലപ്പോൾ യെല്ലോ, ഓറഞ്ച്, റെഡ് കളറിലോട്ടൊക്കെ വരും. എന്തിനാണ് ഈ യെല്ലോ, ഓറഞ്ച്, റെഡ് കളറിലോട്ട് വരുന്നതെന്ന് അറിയാമോ? ദാറ്റ് ഈസ് ടു അട്രാക്ട് മെയിൻലി സീഡ് ഡിസ്പേഴ്സൽ ഏജന്റ് ആയ ആരെ അട്രാക്ട് ചെയ്യാനാണ്? ബേർഡ്സിനെ അട്രാക്ട് ചെയ്യാനാണ്. കാരണം ബേർഡ്സിന് കൂടുതൽ വിസിബിൾ ആവുന്നത് ഈ റേഞ്ചിലാണ്, വേവ് ലെങ്ത് കുറഞ്ഞ റേഞ്ചിലല്ല. അപ്പോ ഈ ബേർഡ്സ് വന്നിട്ട് എന്ത് ചെയ്യും? ബേർഡ്സ് വന്നിട്ട് ഇതിനകത്തുള്ള ഫ്രൂട്ട് പൾപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു അല്ലെ. അതൊരു മെക്കാനിസം ആണ് സീഡ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ട്. ഈ ഫ്രൂട്ട് പൾപ്പ് അവര് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് പൾപ്പ് അവര് തിന്നുമ്പോ സ്വാഭാവികമായിട്ടും സീഡും അകത്തോട്ട് പോകുന്നു അല്ലെ. അങ്ങനെ ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് അത് കോണ്ടാക്ടിൽ വരുന്നു. അങ്ങനെ ഈ ബേർഡ്സ് വിദൂര സ്ഥലങ്ങളിൽ അല്ലെ, വളരെ ദൂരെ മറ്റു സ്ഥലങ്ങളിലോട്ട് പറന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആഫ്റ്റർ ഡൈജഷൻ ത്രൂ എക്സ്ക്രീഷൻ അല്ലെ, ത്രൂ എക്സ്ക്രീറ്റ ദാറ്റ് വിൽ കം ഔട്ട്. അങ്ങനെ അത് എവിടെയെങ്കിലും ഒക്കെ സോയിലിൽ വീണ് കിടക്കുന്നുണ്ടാവും അല്ലെ, അവിടെ അത് ജെർമിനേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വേരിയസ് മെക്കാനിസംസ് ആർ ദർ. ഇനി കാറ്റഗറി നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുകയാണ്. ട്രൂ ഫ്രൂട്ട്, ഫാൾസ് ഫ്രൂട്ട്, പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ട്രൂ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തൊക്കെ അതാണ്. എന്താണ്? എ ഫ്രൂട്ട് വിച്ച് ഡെവലപ്സ് ഫ്രം ഫെർട്ടിലൈസ്ഡ് ഓവറി. അതിനെയാണ് എന്ത് പറയുന്നത്? ട്രൂ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇനി ഫാൾസ് ഫ്രൂട്ട് അല്ലെങ്കിൽ സ്യൂഡോ കാർപ്പ് എന്ന് പറഞ്ഞാൽ പാർട്സ് അതർ ദാൻ ഓവറി ടേക്സ് പാർട്ട് ഇൻ ഫ്രൂട്ട് ഫോർമേഷൻ. ഓവറി അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ട് ഫ്രൂട്ട് ഡെവലപ്മെന്റിൽ, ഫ്രൂട്ട് ഫോർമേഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? ഫാൾസ് ഫ്രൂട്ട് അല്ലെങ്കിൽ സ്യൂഡോ കാർപ്പ് എന്ന് വിളിക്കുന്നത്. നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫ്രൂട്ട് ഏത്? ആപ്പിൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫാൾസ് ഫ്രൂട്ട് ആണ്, സ്യൂഡോ കാർപ്പാണ്. സ്ട്രോബെറി സ്യൂഡോ കാർപ്പാണ്, ഫാൾസ് ഫ്രൂട്ട് ആണ്. കാഷ്യൂ നട്ടിലെ നട്ടല്ല, കാഷ്യൂ. ഓക്കെ, അപ്പൊ ഇത് മൂന്നും ഏതിന് എക്സാമ്പിൾ ആണ്? സ്യൂഡോ കാർപ്പിന് അല്ലെങ്കിൽ ഫാൾസ് ഫ്രൂട്ടിന് എക്സാമ്പിൾ ആണ്. ഈ മൂന്ന് കേസിലും ആക്ച്വലി എഡിബിൾ പാർട്ട് നമ്മൾ കഴിക്കുന്നത് ഏത് കഴിക്കാറുണ്ട്? തലാമസ്. ആപ്പിൾ നമ്മൾ കഴിക്കുന്നത് തലാമസ് ആണ്. ഓക്കെ, അപ്പൊ തലാമസ് ഇസ് ദ എഡിബിൾ പാർട്ട് ഹിയർ. അപ്പൊ ഫാൾസ് ഫ്രൂട്ട് എന്താണെന്ന് വ്യക്തമായില്ലേ? പാർട്ട് അതർ ദാൻ ഓവറി ടേക്സ് പാർട്ട് ഇൻ ഫ്രൂട്ട് ഫോർമേഷൻ. ഇനി മൂന്നാമതൊരു കാറ്റഗറിയാണ് പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട് അല്ലെ. പാർത്തനോ, വെർജിൻ, കാർപ്പ് എന്ന് വെച്ചാൽ ഫ്രൂട്ട് ആണ്. അപ്പൊ വെർജിൻ ഫ്രൂട്ട് ആണ്. വെർജിൻ ഫ്രൂട്ട് എന്ന് പറയാൻ കാരണം ഈ ഫ്രൂട്ട് ഫോം ചെയ്യുന്നത് അൺഫെർട്ടിലൈസ്ഡ് ഓവറിയിൽ നിന്നാണ്. ഫ്രൂട്ട് വിച്ച് ഡെവലപ്സ് ഫ്രം അൺഫെർട്ടിലൈസ്ഡ് ഓവറി. ഇപ്പൊ മൂന്ന് കാറ്റഗറി ക്ലിയർ അല്ലേ? ഒന്ന് ഡെവലപ്ഡ് ഫ്രം ഫെർട്ടിലൈസ്ഡ് ഓവറി, ട്രൂ ഫ്രൂട്ട്. അടുത്തത് ഡെവലപ്പ് ഫ്രം പാർട്സ് അതർ ദാൻ ഓവറി, നമ്മൾ അതിനെ സ്യൂഡോ കാർപ്പ് എന്ന് വിളിക്കും. അടുത്തത് എന്താണ്? ഡെവലപ്സ് ഫ്രം അൺഫെർട്ടിലൈസ്ഡ് ഓവറി, നമ്മൾ അതിനെ പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട് എന്ന് വിളിക്കും. അപ്പൊ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഫ്രൂട്ടില് എന്തില്ല? സീഡ് ഇല്ല. These fruits are usually seedless. നാച്ചുറൽ പാർത്തനോ കാർപ്പിക് ഫ്രൂട്ടിന് നല്ലൊരു എക്സാമ്പിൾ ആണ് ഏത്? ബനാന. ഇനി പാർത്തനോ കാർപ്പി വേണമെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ് ചെയ്യാൻ കഴിയും അല്ലെ. പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്സിൻ ഈസ് യൂസ്ഡ് ടു ഇൻഡ്യൂസ് പാർത്തനോ കാർപ്പി അല്ലെ. കമേഴ്ഷ്യലി നമുക്ക് സീഡ്ലെസ് ഗ്രേപ്സും സീഡ്ലെസ് ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫ്രൂട്ടിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത്. സീഡിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് സീഡ് സെറ്റ് ചെയ്യുന്നുള്ള അഡ്വാൻറ്റേജ്. നമ്മൾ ലോവർ പ്ലാന്റ് ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് അവിടെ ഒന്നും സീഡ് ഇല്ല അല്ലെ. അതിനേക്കാൾ ഒന്നുകൂടെ ഇവോൾവ് ആയ, പിന്നീട് ഇവോൾവ് ചെയ്തു വന്ന ജിംനോസ്പേംസും ആൻജിയോസ്പേമിലും സീഡ് ഉണ്ട്. ഈ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ഹയർ പ്ലാന്റ്സിൽ എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, സീഡ് ഫോർമേഷൻ ഈസ് മോർ ഡിപ്പെൻഡബിൾ എന്ന് പറയാൻ കാരണം എന്താണ്? ബിക്കോസ് ദ ടു പ്രോസസ്സസ് ദാറ്റ് ലീഡ്സ് ടു സീഡ് ഫോർമേഷൻ.
ഏതൊക്കെയാണ്? ഒന്ന് പോളിനേഷൻ ആണ്, അടുത്തത് ഫെർട്ടിലൈസേഷൻ ആണ്. ദീസ് ടു ആർ ഇൻഡിപെൻഡന്റ് ഓഫ് വാട്ടർ. ശരിയല്ലേ? പോളിനേഷനും ഫെർട്ടിലൈസേഷനും ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ബാക്കി എല്ലാ കേസിലും. ആൽഗെ, ബ്രയോഫൈറ്റ്, ടെർഡോഫൈറ്റ്, അവിടെയൊക്കെ വാട്ടർ ഇസ് ദ മീഡിയം അല്ലെ ഫോർ ഗമീറ്റ് ട്രാൻസ്ഫർ. അവിടെ വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രോബ്ലം എന്താണ്? അൺസർട്ടിനിറ്റി ആണ്. സോ ആ അൺസർട്ടിനിറ്റി ഇവിടെ ഒഴിവാക്കാം. അതുകൊണ്ടാണ് പറയുന്നത് സീഡ് ഫോർമേഷൻ ഇസ് മോർ ഡിപ്പെൻഡബിൾ. സോ പോയിന്റ് ക്ലിയർ അല്ലേ? സീഡ് ഫോർമേഷൻ ഇസ് മോർ ഡിപ്പെൻഡബിൾ ബിക്കോസ് the two processes that leads to seed formation, that is pollination and fertilization, are independent of water. Okay? രണ്ടാമത്തെ പോയിന്റ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സീഡ് ഹാസ് ബെറ്റർ അഡാപ്റ്റീവ് സ്ട്രാറ്റജീസ് ഫോർ ഡിസ്പേഴ്സൽ അല്ലെ. സീഡ് ഡിസ്പേഴ്സലിൽ ഒത്തിരി സ്ട്രാറ്റജീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ദാറ്റ് ഹെൽപ്സ് ദ സ്പീഷീസ്, പ്ലാന്റ് സ്പീഷീസ് ടു കോളനൈസ് ഇൻ ന്യൂ ഏരിയാസ് അല്ലെ, അതർ ഏരിയാസ്, മറ്റു സ്ഥലങ്ങളിൽ കോളനൈസ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞു ബേർഡ്സ് അല്ലെ, ഈ ഫ്രൂട്ട് പൾപ്പ് അത് തിന്നുമ്പോ വളരെ ദൂരേക്ക് പറന്നു പോകുമ്പോൾ അത്രയും ദൂരേക്ക് ഏത് പോവുകയാണ്? സീഡ് ഡിസ്പേഴ്സൽ നടക്കുകയാണ്. അപ്പൊ പുതിയ സ്ഥലത്ത് കോളനൈസ് ചെയ്യണം അല്ലെ, ആ പ്ലാന്റ് അവിടെയും വളരുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ ചില കേസിൽ, ചില സ്പെഷ്യൽ കേസ്, ഇപ്പൊ റെഫ്ലീഷ്യയെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും അല്ലെ. റെഫ്ലീഷ്യയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയുമോ? അതിന്റെ സീഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഡിസ്പേഴ്സൽ ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആരെയാണെന്ന് അറിയാവോ? എലഫന്റിനെയാണ്. എലഫന്റ് ആണ് അതിന്റെ സീഡ് ഡിസ്പേഴ്സൽ ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒത്തിരി എന്താണ് സ്ട്രാറ്റജീസ് ഉണ്ട് ഫോർ സീഡ് ഡിസ്പേഴ്സൽ. ഇനി മൂന്നാമത്തത്, സീഡ് ഹാസ് റിസർവ് ഫുഡ് ടു നറിഷ് ദി എംബ്രിയോ. അപ്പൊ എംബ്രിയോ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് അതിനകത്തുണ്ട്. പിന്നെ സീഡ് ഹാസ് സീഡ് കോട്ട് ടു പ്രൊട്ടക്ട് ദ ഡെവലപ്പിംഗ് എംബ്രിയോ അല്ലെ. പിന്നെ സീഡ്, it is the product of sexual reproduction alle. So we can say that it is the source of variation. Sexual reproduction product ആണെന്ന് പറയുമ്പോൾ അത് എന്തിന്റെ സോഴ്സ് ആണ്? വേരിയേഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ക്രിയേറ്റ്സ് വേരിയേഷൻ അല്ലേ. അപ്പൊ ഇത്രയുമാണ് സീഡിന്റെ അഡ്വാൻറ്റേജസ്. ഏതൊക്കെയാണ്? സീഡ് സെറ്റ് ചെയ്യുന്നുള്ള അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് മോർ ഡിപ്പെൻഡബിൾ. പിന്നെ ഹെൽപ്സ് ദ സ്പീഷീസ് ടു കോളനൈസ് ഇൻ അതർ ഏരിയാസ്. ഇറ്റ് ഹാസ് റിസർവ് ഫുഡ് ടു നറിഷ് ദി ഡെവലപ്പിംഗ് എംബ്രിയോ. It has seed coat to protect the developing embryo. Then, since it is a product of sexual reproduction, it is the source of variation. Okay. ഇനി അടുത്ത ടോപ്പിക് സീഡ് വയബിലിറ്റിയെ കുറിച്ചാണ് അല്ലെ. എത്ര കാലം ഈ സീഡ് വയബിൾ ആയിട്ടിരിക്കും? ആക്ച്വലി സീഡ് വയബിലിറ്റി വേരീസ് ഗ്രേറ്റ്ലി ഇൻ പ്ലാന്റ് സ്പീഷീസ് എന്ന് പറയേണ്ടി വരും. പോളൻ വയബിലിറ്റി ഓൾസോ വേരീസ് അല്ലെ. അതേപോലെ തന്നെ സീഡ് വയബിലിറ്റി ഓൾസോ വേരീസ്. ടു എക്സ്ട്രീം എക്സാമ്പിൾസ് ആണ് ഇവിടെ NCERT തന്നേക്കുന്നത്. ഒന്ന് ലുപ്പിനസ് ആർട്ടിക്കസ് ആണ്. ലുപ്പിനസ് ആർട്ടിക്കസ്, ഇതിന്റെ സീഡ് റിമെയിൻ വയബിൾ എത്രയാണ്? ഫോർ 10,000 ഇയേഴ്സ്. 10,000 ഇയേഴ്സ് കഴിഞ്ഞാലും അതിന്റെ സീഡ് ജെർമിനേറ്റ് ചെയ്യും. അത്രയും ടൈം പീരീഡ് അത് വയബിൾ ആയിട്ട് ഇരിക്കും. ഫിനിക്സ് ഡാക്ടൈലിഫെറയിൽ സീഡ് വയബിൾ ആവുന്നത് 2000 ഇയേഴ്സ് ആണ്. സോ പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, സീഡ് വയബിലിറ്റി വേരീസ് ഗ്രേറ്റ്ലി ഇൻ പ്ലാന്റ്സ്. ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ എംബ്രിയോണിക് ഡെവലപ്മെന്റ് അല്ലെ, അതിന്റെ സ്റ്റേജസ്, മോണോക്കോട്ട് എംബ്രിയോ, ഡൈക്കോട്ട് എംബ്രിയോ, പിന്നെ സീഡ് അല്ലെ, സീഡിനെ കുറിച്ച് പഠിച്ചു. പെരിസ്പെർം, ഡോർമൻസി, സീഡ് സെറ്റ് ചെയ്യുന്നുള്ള അഡ്വാൻറ്റേജസ്, സീഡ് വയബിലിറ്റി, പിന്നെ ഫ്രൂട്ട് അല്ലെ, ഫ്രൂട്ടിന്റെ 3 ടൈപ്സ് ഓഫ് ഫ്രൂട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. നന്നായിട്ട് NCERT വായിച്ച്, ഈ വീഡിയോ കണ്ടതിന് ശേഷം NCERT കൂടെ വായിച്ച് പഠിക്കുക. നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഇത് പഠിക്കാൻ സാധിക്കും. ഇതുവരെ വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി.